ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ ദേശീയ താരമായ യു ഷറഫലിയെ മത്സരിപ്പിക്കാൻ CPM ഒരുങ്ങുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് യു ഷറഫലിയെ നിലമ്പൂരിൽ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലമ്പൂർ കുഞ്ഞാലി മന്ദിരത്തിൽ CPM നേതൃയോഗം ചേർന്നു. ഏകദേശം 2 മണിക്കൂറോളം യോഗം നീണ്ടുനിന്നു. CPM ജില്ലാ സെക്രട്ടറി അനിലിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. സംസ്ഥാന സമിതി അംഗം PK സൈനബയും യോഗത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ, എടക്കര, ചുങ്കത്ര തുടങ്ങിയ പ്രദേശങ്ങളിലെ ഏരിയ സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തു. യു ഷറഫലിയെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന്റെ മുന്നോടിയായാണ് നിലമ്പൂരിൽ നേതൃയോഗം ചേർന്നത്. നിലമ്പൂർ മണ്ഡലത്തിൽ മുൻപ് 2 തവണ LDF ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കാതെയാണ് ഇടതുപക്ഷം പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. അന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ PV അൻവർ ഇടതുപക്ഷ പിന്തുണയോടെ പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മഹാഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു. തുടർന്ന് സർക്കാരുമായുണ്ടായ വിയോജിപ്പിനെ തുടർന്ന് PV അൻവർ MLA സ്ഥാനം രാജിവെച്ചതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇത്തവണയും ഇടതുപക്ഷം പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥിയായി യു ഷറഫലിയെ രംഗത്തിറക്കാൻ തീരുമാനിച്ചതെന്നാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.